ലോകത്തിൽ നല്ലൊരു നിലയിലെത്തുന്നതിനായി പരിശ്രമിക്കാം. എന്നാൽ എന്നെ നമസ്കരിച്ചാൽ ലോകത്തിൻ്റെ മഹത്വമെല്ലാം നിനക്ക് തരാം എന്ന് പിശാച് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അതിനെ വഴങ്ങാതിരുന്നത് നാം ഓർക്കണം. കൂടാതെ ദൈവവിരുദ്ധമായ പ്രവൃത്തികളിലൂടെ ലോകത്തിൻ്റെ മഹത്വവും അധികാരവും അനുഗ്രഹവും നമ്മൾ സ്വീകരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. സ്നേഹിത, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതും മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുന്നതും നിത്യതയ്ക്ക് വേണ്ടിയല്ലെന്ന് നമുക്കറിയാം. എങ്കിലും ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തെയും ദൈവത്തെയും സ്നേഹിക്കാനാവില്ല. ലോകത്തിൻ്റെ പ്രഭു പിശാചാകുന്നു എന്നീ വചനങ്ങൾ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ആകയാൽ ഇനി ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. എന്തെന്നാൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു എന്നല്ലേ വചനം പറയുന്നത്.